പ്രിയ ദൈവജനമേ, മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കർത്താവായ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ വളരെ വിചിത്രമെന്ന് തോന്നിയേക്കാവുന്ന ഒരു സന്ദർഭമാണ് നാം ഇവിടെ ദർശിക്കുക. ജനക്കൂട്ടം അവിടുത്തെ ചുറ്റും തടിച്ചുകൂടിയതിനാൽ ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ യേശുവും ശിഷ്യന്മാരും ആയിരിക്കുകയായിരുന്നു. അവിടുത്തെ ഈ അത്യുത്സാഹവും ദൈവരാജ്യത്തോടുള്ള തീഷ്ണതയും കണ്ട ബന്ധുക്കൾ അവൻ പരിഭ്രാന്തിയിലാണെന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ വരുന്നു. സ്വന്തം സുഖസൗകര്യങ്ങൾ മറന്ന് ദൈവഹിതത്തിനായി ഓടി നടക്കുന്ന ഒരാളെ ലോകത്തിന് എക്കാലവും ഭ്രാന്തനായി മാത്രമേ ചിത്രീകരിക്കാൻ സാധിക്കൂ. ആത്മീയതയോടെയുള്ള നമ്മുടെ അമിതമായ താല്പര്യം കണ്ട് ലോകം നമ്മെ പരിഹസിച്ചേക്കാം. എന്നാൽ അത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുമ്പോൾ ലൗകികമായ യുക്തികൾക്ക് അവിടെ സ്ഥാനമില്ലാതാകുന്നു. കുടുംബത്തിനുള്ളിലും സമൂഹത്തിലും ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുമ്പോൾ നാം ഒറ്റപ്പെട്ടെന്ന് വരാം. അത് കർത്താവ് തിരിച്ചറിഞ്ഞാൽ മതി. എങ്കിലും ആത്മത്യാഗത്തിൻ്റെ ഈ പാതയാണ് നിത്യജീവനിലേക്ക് നമ്മെ നയിക്കുന്നത്. ദൈവകാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുമ്പോൾ ലോകം നൽകുന്ന കുറ്റപ്പെടുത്തലുകളെ നാം ഭയപ്പെടേണ്ടതില്ല. അതിനെപ്പറ്റി ഓർത്ത് നമുക്ക് വിഷമം ആവശ്യമില്ല. നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം നൽകുന്ന ബലിപീഠങ്ങളായി മാറേണ്ടതുണ്ട്. ആത്മീയമായ ഉണർവോടെ നാം ജീവിക്കുമ്പോൾ അത് ലോകത്തിന് അവിശ്വസനീയമായി തോന്നാം. എന്നാൽ അത് സ്വർഗത്തിന് പ്രിയങ്കരമാണ്. മിതത്വത്തെയും ലൗകിക സുരക്ഷയെയും മുറുകെ പിടിക്കുന്ന ആധുനിക മനുഷ്യന് ക്രിസ്തുവിൻ്റെ ഈ ആത്മസമർപ്പണം വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഓരോ വിശ്വാസിയും സ്വന്തം താല്പര്യങ്ങളെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പരിഹാസത്തെ ഭയന്ന് നാം നമ്മുടെ ആത്മീയ തീക്ഷ്ണത കെടുത്തി കളയരുത്. ക്രിസ്തുവിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ലോകത്തെ മാറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുത്തെ സന്ദേശം പങ്കുവയ്ക്കാനുള്ള വേദിയായി നമുക്ക് മാറ്റാം. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമുക്ക് നമ്മുടെ വിശ്വാസയാത്ര വീണ്ടും തുടരാം. നിസ്സാരമായ ലൗകിക ചിന്തകൾക്കപ്പുറം ദൈവത്തിൻ്റെ വലിയ പദ്ധതികളെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ കഴുകപ്പെട്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടും നിങ്ങൾ ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.